CPM ഇപ്പോൾ ആരെയാണ് ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ലീഗിനെയാണ്. ലീഗിന് പലതരത്തിലും വളഞ്ഞിട്ട് ആക്രമിക്കാനും ശ്രമം നടത്തുന്നുണ്ട്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ വഴി മലപ്പുറത്തെയും ലീഗിനെയും അറ്റാക്ക് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ വന്നിട്ട് സജി ചെറിയാൻ്റെ പ്രസ്താവന, ഇതൊക്കെ ലീഗിന് ഭയക്കുന്നത് കൊണ്ടല്ലേ എന്നൊരു സംശയം. നമുക്കറിയാം, ഈ 2021 രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ സമയങ്ങളിൽ ലീഗ് അങ്ങോട്ടേക്ക് LDF വരും എന്നൊക്കെ ഒരു സജീവ ചർച്ച ഉണ്ടായിരുന്നു. അതുകൂടാഞ്ഞിട്ട് ഈ സമീപ സമയത്ത് പോലും LDF കൺവീനർ ലീഗിന് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ലീഗിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ? KM മാണി സാറ് പണ്ട് പറഞ്ഞു, കേരള കോൺഗ്രസ് ഒരു സുന്ദരിയാണ്, പലരും മോഹിക്കും എന്നും പറഞ്ഞ് എല്ലാവരുടെ അടുത്ത് പോകാൻ പറ്റുമോ? ലീഗും ഏതാണ്ട് പറഞ്ഞില്ലായെങ്കിലും ലീഗ് ഒരു സുന്ദരി തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മാണി സാറിനേക്കാൾ സ്വല്പം ബലമുള്ള സുന്ദരിയാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു മുന്നണി രാഷ്ട്രീയവും ഇല്ല എങ്കിലും ഒരു 10-ലധികം സീറ്റുകൾ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിൽ നിന്നും നേടിയെടുക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. കേഡർ സംവിധാനമുണ്ട്. കേഡർ സംവിധാനമുണ്ട്, കൃത്യമായ അണികളുണ്ട് അവർക്ക്. അത് പിൻബലം വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനം ലീഗിനുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ലീഗിനെ ഗൗരവമായി മറ്റു പാർട്ടികളിലെ പോലെ വിഭാഗീയത വളരെ പാണക്കാട് ശിഹാബ് തങ്ങൾമാർ പാണക്കാട് തങ്ങൾ കുടുംബം പറഞ്ഞാൽ അവരൊരിക്കലും ഇലക്ഷന് മത്സരിക്കില്ല. അവർ സംഘടനയുടെ തലപ്പത്താണ്. സ്വാഭാവികമായി അത് നൽകുന്ന അതിനൊരു ആധ്യാത്മിക ഒരു പരിവേഷം കൂടിയുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മാത്രം തലപ്പത്തല്ല, മുസ്ലിം സമുദായത്തിന് ആകമാനം ഒരു ദിശാബോധം നൽകുന്ന ഒരു സാന്നിധ്യമായി പൊതുവെ കരുതപ്പെടുന്നു പാണക്കാട് കുടുംബത്തെ. എല്ലാ മുസ്ലിങ്ങളും അംഗീകരിച്ചു എന്നിരിക്കില്ല, പക്ഷേ അങ്ങനെയാണ് പൊതുവെയുള്ള വിശ്വാസം. പക്ഷേ മുസ്ലിം ലീഗ് പലപ്പോഴും ഒരു അസ്തിത്വ പ്രശ്നം നേരിടുന്നു. കാരണം സംഘപരിവാറിൻ്റെ കടന്നുകയറ്റം അത് ഓൾ ഇന്ത്യ ലെവലിൽ ചെറുക്കുന്നത് കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് എന്ന വലിയ കക്ഷിയാണ്. പക്ഷെ കേരളത്തിൽ സംഘപരിവാറിനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നത് CPM ആണ് എന്നൊരു നറേറ്റീവ് കൊടുക്കുകയാണ്. അതുപോലെ ആഗോള വിഷയത്തിൽ, പ്രത്യേകിച്ച് ഇസ്രയേൽ ഹമാസ് വിഷയത്തിലൊക്കെ അപ്പം മുസ്ലിങ്ങൾ വലിയ രീതിയിൽ പീഡനം അനുഭവിക്കുന്നു ഇസ്രയേലിൻ്റെ കരങ്ങളാൽ. അതുകൊണ്ട് ഞങ്ങളാണ് പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട്, മലപ്പുറം മുസ്ലിം മേഖലകളിലൊക്കെ LDF ആണ് വലിയ രീതിയിൽ ഐക്യദാർഢ്യ സമ്മേളനം, പലസ്തീൻ അല്ലെങ്കിൽ ഗസ ഐക്യദാർഢ്യം ഒരുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. UDF-ഉം പുറകിലാണെന്നല്ല പറഞ്ഞത്, LDF ആണ് പലപ്പോഴും. അപ്പം മുസ്ലിം ജനഹൃദയത്തിൽ ഇടം നേടാൻ നിരന്തരം CPM ശ്രമം നടക്കുന്നു. ഒരിക്കൽ മാത്രമാണ് EMS നമ്പൂതിരിപ്പാലിൻ്റെ കാലത്ത് 1987 മറ്റുമാണ് ഒരിക്കൽ സമുദായ സംഘടനകളുമായി ഒരു ബന്ധവും വേണ്ട, കൃത്യമായി CPM ഒരുമിച്ച് ചേർന്ന് മത്സരിക്കുക, അതിൽ വിജയവും കാണാൻ പറ്റി. അപ്പം എല്ലാ മതവിഭാഗങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് പ്യോർലി ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റ് ഒരിക്കൽ മാത്രമേ കേരളത്തിൽ ആ രീതിയിൽ നടന്നിട്ടുള്ളൂ. MV രാഘവൻ ബദൽ രേഖ കൊണ്ടുവന്ന് MV രാഘവൻ പുറത്തായി. മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കണം, മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ അതുവരെ. പക്ഷേ അതേ MV രാഘവനും EMS ഉൾപ്പെടെയുള്ള സമയത്ത് മുസ്ലിം ലീഗിന്റെ സഹായത്തിലാണ് 1967 ഇടതുപക്ഷം അധികാരത്തിൽ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടാമെന്ന ഒരു തിയറി. അപ്പോൾ ഇത് മാറ്റിയും മറിച്ചുമൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്. EMS പോലും മാറ്റിയും മറിച്ചും നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെയൊക്കെ അടവ് നയം എന്ന ഗണത്തിലാണ് CPM പെടുത്താറുള്ളത്. അങ്ങനെ ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായി 2000-ങ്ങളിൽ പിണറായി വിജയൻ്റെ പ്രഭാവം സംഘടനാ സെക്രട്ടറിയായി പിന്നീട് മുഖ്യമന്ത്രിയായി വന്നപ്പോൾ CPM-ന്റെ കാഡറിൽ നിന്നും തലയെടുപ്പുള്ള കുറേ മുസ്ലിം നേതാക്കളെ, മരുമകനെ ഉൾപ്പെടെ, മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടെ, MN ഷംസീറിനെ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവരികയാണ് വസീഫ്, യുവജന സംഘടനയുടെ നേതാവ്. അങ്ങനെ തലയെടുപ്പുള്ള കുറേ നേതാക്കളെ മുസ്ലിങ്ങൾ, തീർച്ചയായും റിയാസിനെ. അപ്പം അങ്ങനെ ഈ കരിവാൾ ചുറ്റിക നക്ഷത്രത്തോടെ മുൻപുണ്ടായിരുന്ന ഒരു വിയോജിപ്പൊന്നും മുസ്ലിങ്ങൾക്ക് 2000-കളുടെ തുടക്കത്തിൽ, ആന്റണി 2001 മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു വെയ്വായിരുന്നു UDF. അതിനുശേഷം 2006 മുതൽ ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി മുസ്ലിം വോട്ടിൻ്റെ ഒരു നല്ല പങ്ക് മുസ്ലിം ലീഗ് മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിന് കിട്ടും. പക്ഷെ മറ്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസിനല്ല CPM-ന് ലഭിച്ചിരുന്നു എന്നതാണ് വസ്തുത. പക്ഷെ പിന്നീട് എപ്പോഴോ അത് മാറിക്കഴിഞ്ഞപ്പോൾ 2000 ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുമ്പ് നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇവിടെയൊക്കെ കൃത്യമായി മുസ്ലിം വോട്ടുകൾ
UDF അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു. അത് മുതലാണ് CPM ഒരു ചുരുക്കുണ്ടായത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അതുമല്ലെങ്കിൽ SDPI കോൺഗ്രസിനോടും UDF അടുക്കുന്നു. ഈ പാർട്ടികളൊക്കെ തന്നെ മുൻകാലങ്ങളിൽ LDF-മായി ചങ്ങാത്തമുണ്ടായിരുന്ന CPM-മായി ചങ്ങാത്തമുണ്ടായിരുന്ന കക്ഷികളാണ്. PDP ഉൾപ്പെടെ അല്ലേ? PDP ഉൾപ്പെടെ മദനിയുടെ അബ്ദുൾ നാസർ ഒന്നിച്ചൊരു വേദി പങ്കിട്ടിട്ടുണ്ടല്ലോ. ഒന്നിച്ച് സ്വീകരണം ഒരുക്കാൻ മദനിയെ കാത്തു നിൽക്കുന്ന പിണറായി വിജയനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. VS ആണ് മുഖം തിരിച്ചു നിന്നത്. VS ആണ് മുഖം തിരിച്ചു നിന്നത്. അപ്പോഴാണ് പറയുന്നത് ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഒരു നേതാവിന് ശക്തിയുള്ളൂ. അതാണ് തിരമാലകൾ, ആർത്തലച്ചു വരുന്ന തിരമാലകൾ ആണ് ശക്തി. അല്ലാതെ ബക്കറ്റിൽ കോരി വെക്കുമ്പോൾ VS അച്യുതാനന്ദന് ഒരു ബക്കറ്റ് വെള്ളം കോരി വെച്ചാൽ പ്രസ്ഥാനത്തിന്റെ ശക്തി ആർജിച്ച് അത് തിരമാലയായി മാറില്ല എന്ന് പിണറായി വിജയൻ ഉപദേശിക്കുന്നത് അപ്പോഴാണ്, ആ ഒരു സമയത്താണ്. അതുകൊണ്ട് മുസ്ലിം സംഘടനകളുമായി ഇപ്പോൾ അത്ര നല്ല ചങ്ങാത്തത്തിലല്ല LDF. അതിനെ ന്യൂനപക്ഷ വർഗീയതയെ തള്ളിപ്പറയുന്ന ഒരു സമീപനം. അതേ സമയത്ത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾക്ക് വേണ്ടി ഈ പലസ്തീൻ ഐക്യദാർഢ്യം ഉൾപ്പെടെയുള്ള ചൊപ്പടി പൗരത്വ ഭേദഗതി ബിൽ മുതലായ കാര്യങ്ങൾ ഒരു ഫിയർ സൈക്കോസിസ്, BJPയെ കുറിച്ചൊരു ഫിയർ സൈക്കോസിസ്. അതിന് പാരലായി UDF പറയുന്ന ഒരു കാര്യമുണ്ട്. ആത്യന്തികമായി BJPക്കും CPM-നും ഒരേ ലക്ഷ്യമാണ് കോൺഗ്രസ് വിമുക്ത കേരളം, കോൺഗ്രസ് വിമുക്ത ഭാരതം. കാരണം CPM-ന് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസ് ഇവിടെ നിന്നാലൊക്കില്ല. BJPക്ക് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ UDF സ്പേസിലേക്ക് BJP കടന്നു വരണം. ഇതൊരു ലോജിക്കായി മുസ്ലിം മനസ്സുകളിൽ ചിലരെങ്കിലും വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രസ്താവനകളുടെ പൊടിപൂരം. ഇപ്പോൾ നോക്കൂ, ലേറ്റസ്റ്റായി സജി ചെറിയാൻ മന്ത്രിയാണ് നോർക്കണം, സാംസ്കാരിക മന്ത്രിയാണ് നോർക്കണം. പ്രസ്താവന: മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ജയിച്ചു വരുന്ന സാമാജികരുടെ മതം നോക്കിയാൽ അറിയാം അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൃത്യമായ വർഗീയ ചുവയുള്ള പ്രസ്താവനയല്ലേ? അത് മാത്രമല്ല, AK ബാലൻ 2 ആഴ്ച മുൻപ് പറഞ്ഞു വെച്ചല്ലോ, UDF ജയിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ അവിടെ പ്ലാൻ ചെയ്യപ്പെടുകയാണ്. ഇത് അപ്പോൾ ഇവിടെ അവർ പറയും മുസ്ലിം ലീഗിനെയാണ് ഞങ്ങൾ എതിർത്തത്. വെള്ളപ്പള്ളി നടേശനിലൂടെ എതിർക്കുന്ന മുസ്ലിം ലീഗിനെ എതിർത്തു എന്ന് പറയുന്നു. പക്ഷേ വളരെ സമൃദ്ധമായി UDF മുസ്ലിം ലീഗിനെതിരെയോ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയോ വെൽഫെയർ പാർട്ടിക്കെതിരെയോ ഇടതുപക്ഷ നേതാക്കളോ സമുദായ നേതാക്കളായി വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകളോ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മുസ്ലിം സമുദായത്തിനെ ആകമാനം അടച്ചാക്ഷേപിക്കുന്നു എന്ന ഒരു നറേറ്റീവ് വിജയകരമായി കൊടുത്തു. അതിൻ്റെ ഫലം ഒരുപക്ഷെ മലബാറിലെ മേഖലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായി ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. ഒരു 100 ദിവസത്തിനുള്ളിൽ അത്ഭുതകരമായ മാറ്റം. ഈ പാച്ചപ്പ് എന്തെങ്കിലും നടന്നിട്ടില്ല എങ്കിൽ കൃത്യമായി ഹിന്ദു ധ്രുവീകരണമാണ്, NSS SNDP ധ്രുവീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി, കുറേയൊക്കെ BJPക്കും ലഭിക്കുമായിരിക്കാം. അങ്ങനെ മുസ്ലിം ധ്രുവീകരണം, ക്രൈസ്തവ ധ്രുവീകരണം UDFന് അനുകൂലമായി സംഭവിക്കും എന്ന ഒരു ചിന്തയിലാണ് പൊതുവെ ആകെ അമ്പരം നിൽക്കുകയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ. ഇതെങ്ങനെ ഇതിനെ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ നേതാക്കൾ മലബാർ മേഖല, കോഴിക്കോട് തന്നെ ഇപ്പോൾ നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ സെഗ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ കോഴിക്കോടിൽ ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തിൽ UDFന് ഭൂരിപക്ഷമാണ്. കോഴിക്കോട് നഗരസഭയിൽ കോർപ്പറേഷനിൽ കഷ്ടിച്ച് LDF കടന്നുകൂടിയെന്ന് മാത്രം. BJPക്ക് അവിടെ 14 സീറ്റുകൾ ലഭിച്ചു എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് LDFന് എല്ലാം ഭദ്രം. കോഴിക്കോട്ടൊക്കെ എപ്പോഴും LDFന് വിശ്വസിക്കാവുന്ന ഇടമാണ്. 16 സീറ്റുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ആ 16-ൽ 2 LDFന്റെ തട്ടകങ്ങളാണ്, പെരിന്തൽമണ്ണയും പൊന്നാനിയും. അതിന് പുറമെ ഈ സ്വതന്ത്രന്മാരെയൊക്കെ നിർത്തിക്കൊണ്ട് നിലമ്പൂർ ഉൾപ്പെടെ അൻവറിലൂടെയൊക്കെ പിടിച്ചെടുത്തു. അതുപോലെ ജലീൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അണിനിരത്തി തദ്ദേശീയമായി ചില മണ്ഡലങ്ങൾ പിടിച്ചെടുത്തു. ഇപ്രാവശ്യം ഒരുപക്ഷെ 16 സീറ്റും UDF തൂത്തുവാരുന്ന അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ. ഇതിനെല്ലാം കാരണം LDFന്റെ നയങ്ങളിൽ വന്ന ഒരു കൃത്യതയില്ലായ്മയാണ്. ചില വാക്കുകൾ, ചില വിടുവാ പറയുന്ന LDF നേതാക്കൾ. ഇത് നിയന്ത്രിക്കാൻ ഒരുപക്ഷെ മുഖ്യമന്ത്രി കഴിയുമായിരുന്നു. പക്ഷേ ഈ പറയുന്ന AK ബാലൻ്റെ പ്രസ്താവനയെ, അല്ലെങ്കിൽ ഈ പറയുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവനയെ എൻഡോഴ്സ് ചെയ്യുന്ന മുഖ്യമന്ത്രി, അപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടക്കുന്നത് എന്ന സൂചനയുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ, മലപ്പുറം ജില്ലയാണ് പ്രശ്നം. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് നിരന്തരം ആക്ഷേപം പറയുന്നു. അപ്പോൾ മലപ്പുറം എന്ന് വെറുതെ പറയുന്നില്ല, കോട്ടയം എന്തുകൊണ്ട് പറയുന്നില്ല, പത്തനംതിട്ട എന്തുകൊണ്ട് പറയുന്നില്ല. മലപ്പുറം എന്ന് പറയുമ്പോൾ അതൊരു മതവുമായി ബന്ധപ്പെട്ട ഒരു പരിപ്രേക്ഷ്യം, അതിന് കാസർഗോഡെ കുറിച്ച് പറയുമ്പോൾ മതവുമായി ബന്ധപ്പെട്ട പരിപ്രേക്ഷ്യമാണ്. ഇതൊക്കെ ബുദ്ധിപൂർവ്വം കാണാൻ കഴിയുന്ന കേരള ജനത ഒരുപക്ഷെ LDFന് മലബാർ മേഖലയിൽ ഒരു തിരിച്ചടി നൽകിയാൽ
അത്ഭുതപ്പെടാനില്ല. ഒരു പക്ഷേ CPM പരിഹാര മാർഗങ്ങളുമായി വന്നേക്കാം. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അത് സംഭവിക്കുന്നില്ല എങ്കിൽ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടെന്നല്ല, വലിയ മാറാരോഗമായി മാറാനും ദീർഘകാലാടിസ്ഥാനത്തിൽ LDFന്റെ സോഷ്യൽ ബേസ് തന്നെ നഷ്ടപ്പെടാനുമുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.